സർ, ഈ സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു CTP ചന്ദ്രശേഖരൻ്റേത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ്. സർ, ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഇതിൽ പല പ്രതികളുടെയും ജീവപര്യന്തം ഇരട്ടി ജീവപര്യന്തമാക്കി. സർ, ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം 13/6/2024 കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഔദ്യോഗികമായൊരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ്. സാർ, ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട്, ജയിൽ പുള്ളികളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് 56 ആ പേരുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്താണ്. സാർ, ഇതനുസരിച്ചിട്ട് അതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യമുണ്ട്. സാർ, ഇതുമാത്രമല്ല നമ്മൾ ഞെട്ടിച്ചത്. 2018 സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റെമിഷന് ശിക്ഷാ കാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയും. സർ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ 2023/11/2018 മാർഗനിർദ്ദേശങ്ങളുണ്ടാക്കി, മാനദണ്ഡങ്ങളുണ്ടാക്കി. സാർ, ആ മാനദണ്ഡത്തിലെ 11ാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രിസൺമെന്റ് 14 വർഷം പൂർത്തിയാകുന്നത് വരെ ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്നാണ് 2018 ഉത്തരവ്. സാർ, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 25/11/2022 സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി. സാർ, ആ ഉത്തരവിൽ 2018 ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നതങ്ങ് എടുത്തു മാറ്റി. ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് 2022 ഗൂഢാലോചന ആരംഭിക്കുക. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അനുസരിച്ചിട്ട് 78(2) വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? സാർ, ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള്, ശിക്ഷാ ഇളവ്, ലീവ്, ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുവാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെ ആകാൻ പാടുള്ളൂ. പക്ഷേ ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ്, പരോളിലാണ്. അവർക്ക് ഇനി ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും. അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ 1/3 കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു സാർ? 22ാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന ആക്ട് അങ്ങ് എടുത്തു കളഞ്ഞു. സാർ, എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, നിയമജ്ഞനായിട്ടുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസാക്കിയതാണ്. സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ, ഈ സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്ത് അധികാരമുള്ളത്? ഗവൺമെന്റ് സഭ അറിയാതെയാണ്. ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) ഓഫ് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 will not stand in the way of granting special remission എന്നാ പറയുന്നത്. സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം? നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഉത്തരവ്, ഈ നിയമസഭ പാസാക്കുന്ന 2 മിനിറ്റ് കൂടി, ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അപ്പൊ ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തു മാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തു മാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഇതൊരു അഭ്യൂഹമാണ്.
സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? അതെങ്ങനെ അഭ്യൂഹമാണ്? നമ്പർ 1. നമ്പർ 2, ഇതിൽ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ, ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ, അവരോട് പോലീസ് അന്വേഷിക്കാം. അപ്പോ ആദ്യത്തെ ഒരു പ്രതി KK മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് സ്റ്റേഷൻ 21/6/2024 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു. സാർ, രണ്ടാമത്തത് വേറൊരു പ്രതി S സിജിത്ത്, അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം 22/6 ഈ മാസം, ഈ കഴിഞ്ഞ ആഴ്ച 24 വൈകുന്നേരം MLA ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു. രണ്ടാമത്തെ കേസ്. അപ്പൊ TK രജീഷിന്റെ എടുത്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് TK രജീഷ്, മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നീ 3 പ്രതികളെ ഇതിനകത്തുള്ളതായിട്ടാണ്. സാർ ഇപ്പൊ നോക്കിയപ്പോ എന്താ, ഏഴാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ചെയർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു അഭ്യൂഹമാണെന്ന്. ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ, ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. നാളുണ്ട് നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ. അഭ്യൂഹമാണെന്ന് നിങ്ങൾ പറയാ. നിങ്ങളിത് അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ. ഇത് അഭ്യൂഹം. ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ 4ാമത്തെ പോലീസ് സ്റ്റേഷൻ, 3ാമത്തെ പോലീസ് സ്റ്റേഷൻ, let me complete. 3ാമത്തെ പോലീസ് സ്റ്റേഷൻ കാര്യം പറയട്ടെ. അംഗങ്ങൾ ബഹളമാക്കേണ്ട കാര്യമില്ല. സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് സമയം കൊടുത്താണ്. നോ, നിങ്ങൾ ബഹളമാക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചാണ്. നിങ്ങൾ ബഹളം വെച്ച് സമയം കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നോ, സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ച് നിങ്ങൾ ബഹളമാക്കണ്ട. അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ. സബ്മിഷൻ മാത്രമല്ല, അടിയന്തര പ്രമേയത്തിന് അനുമതി അല്ലല്ലോ കൊടുക്കുന്ന സബ്മിഷൻ സമയം കൊടുക്കും. പ്ലീസ്, നിങ്ങളല്ല സ്പീക്കർ തീരുമാനിക്കുന്നതല്ല. അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ പ്രതികൾ ആരാ? പരോളിൽ ഇറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ സർക്കാർ ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷാ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി. പ്ലീസ്. സാർ, അതൊക്കെ ചെയറിന് അറിയാം. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും അല്ല ബഹളമുണ്ടാക്കി അങ്ങനെ പറയണ. പ്ലീസ്. ചെയർ എനിക്ക് അനുവാദം തന്നാണ്. ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല. ഇവരൊക്കെ ചെയറാവുകയാണ്. പ്ലീസ് അങ്ങ് വാക്കോട്ട് പ്രശ്നം നടത്തുക. അവരിരിക്കട്ടെ. പറയൂ. സാർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറഞ്ഞത് 3/6 പ്ലീസ് പ്രതിപക്ഷ നേതാവ് അങ്ങ് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കൂ. അവരിരിക്കട്ടെ. അങ്ങൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കൂ. അല്ലല്ല, ഞാൻ പറയട്ടെ. നോ, സബ്മിഷനല്ലേ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ
അങ്ങ് സംസാരിച്ചോ? യെസ്, അങ്ങ് സംസാരിച്ചോ പ്ലീസ്. യെസ്, അങ്ങ് സംസാരിച്ചോ പ്ലീസ് പ്ലീസ്. ഇരിക്കാൻ പറ, അങ്ങ് ഒന്നിരിക്കണം പ്ലീസ്. യെസ് 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 യെസ്. സാർ, ഞാൻ 2 സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 3/6, അതായത് ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഒരു ഉത്തരവിറക്കി. ഇത് പുതുക്കി നൽകാൻ ഇവർക്ക് ശിക്ഷാ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾ. അദ്ദേഹം ഒരു ഉത്തരവ് അനിതര സാധാരണമായ സംഭവങ്ങൾ. അങ്ങ് പറയൂ, അങ്ങ് പറയൂ പ്ലീസ്, അങ്ങ് പറയൂ പ്ലീസ്, അങ്ങ് പറയൂ. യെസ് യെസ്, അങ്ങ് പറയട്ടെ പ്ലീസ്. യെസ് യെസ് യെസ്. എന്നിട്ടും സർ 21/6-ന് 22/6-നും ഇന്നലെയായ 26/6-നും ചൊക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിന് രമയുടെ മൊഴിയെടുത്തു? സാർ, അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും.